പുതിയ വേറൊരു കൺട്രി എന്നുള്ള ഒരു ഡോക്ടർ വരുമ്പോൾ നമുക്ക് ആ ഒരു ഫേമായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ലാംഗ്വേജ് ഒക്കെ പഠിച്ചോ? ഇവിടുത്തെ ലാംഗ്വേജ് പഠിച്ചു. ഇവിടെ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്. ഇവിടെ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് ആൾക്കാരുമായിട്ട് ഒന്നുകൂടെ പേഷ്യൻസുമായിട്ട് ഒന്നുകൂടെ നമുക്ക് ഇന്ററാക്ട് ആവാൻ പറ്റും. ഫസ്റ്റ് ഇയറിൽ നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. ഈ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറെ കേട്ട കാര്യം എന്ന് വെച്ചാൽ അസർബൈജാൻ ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയി വന്നൊരു കൺട്രിയാണ്. നിങ്ങളൊക്കെ വന്ന സമയത്തിൽ നിന്നും ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആണ്. അതായത് അസർബൈജാൻ്റെ ഒരു ഇത് പറയുന്നത് പറഞ്ഞാൽ ഒരു വിത്തിൻ സ്പാൻ ഓഫ് 3 years ആണ് ഇവിടെ ടൂറിസം മാറിയത്. ഇനിയൊരു നെക്സ്റ്റ് 5 yearsൽ അസർബൈജാൻ വേറൊരു ഇതിലേക്ക് മാറും, എന്തായാലും മാറും. ഒരു ഇത് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം വേഴ്സാച്ചി, ഈ ടോമി ഹിൽഫിഗർ, ലാംബോർഗിനി, റോൾസ് റോയ്സ് ഇതുപോലത്തെ ഒക്കെ വലിയ വലിയ കമ്പനീസ് ഒരിടത്ത് ഔട്ട്ലെറ്റ് ഇടുവാണെങ്കിൽ ഒരു 60 വർഷം അല്ലെങ്കിൽ 70 വർഷം മുന്നോട്ട് ഫോർകാസ്റ്റ് ചെയ്യും, എന്നിട്ടേ അവർ ഇടത്തുള്ളൂ. ഈ അസർബൈജാൻ പോലൊരു കൺട്രിയിൽ ഒരു ചെറിയ സ്ഥലമാണ് ബാക്കു. ഈ ബാക്കുവിൽ അങ്ങനെ കുറേ വമ്പൻ കമ്പനികൾ ഇടുന്നുണ്ടെങ്കിൽ ദേ ആർ planning something, they have something better in the future, so it's better here. And overall ഇപ്പം നമുക്ക് പേരൻസിനുള്ളൊരു കൺസേൺ ആണ് സേഫ്റ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇവിടെ ഏത് രാത്രി എന്ത് ഇതാണെങ്കിലും ദേ ആർ നീറ്റ്. ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും ഇവിടെ നല്ല സേഫ്റ്റിയാണ്. ഈവൻ പോലീസ് ആണെങ്കിൽ പോലും പോലീസ് എപ്പോഴും അവർ റോമിംഗ് ആണ്. അപ്പം ഇവിടെ അങ്ങനെ ഒരു നമ്മൾ എന്താ പറയുക മോഷണോ അല്ലെങ്കിൽ അസോൾട്ടോ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല ഇതുവരെ. ഇതിൻ്റെ 6 years എക്സ്പീരിയൻസ് ഞാൻ പറയാം, ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. എവരിവൺ വാസ് സേഫ് ആൻഡ് സെക്യൂർ. ആൻഡ് ഇൻ ദ ലൈറ്റ് ഓഫ് വാർ നമ്മൾ എപ്പോഴും കൺസേൺ ആവുന്നതാണല്ലോ പാരന്റ്സ് ഒക്കെ, ഇന്ത്യൻ സ്റ്റുഡൻസിന് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ. അത് ഇപ്പം വാറിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഇപ്പോൾ ഉക്രൈൻ്റെ കേസ് എടുത്താൽ ഒരുപാട് പേര് പോയതാണ്. അതൊന്നും വെച്ച് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും മാറുക, അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകത്തില്ല. പക്ഷെ അതിന്റെ ബേസിൽ ഇവിടെ ഒരു പ്രശ്നമോ അങ്ങനെ ഇല്ല. ഇവിടുത്തെ ആൾക്കാരെല്ലാം ഇന്ത്യൻസിന് നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഷാറുഖ് ഖാൻ, രാജ് കപൂർ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാലിനെ വരെ അറിയാം. അതെ, ലാലേട്ടനെ അറിയാം. പിന്നെ ലാലേട്ടനെ അറിയാം. പിന്നെ തീർച്ചയായും. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇവിടുത്തെ ഫുഡ് ആക്ച്വലി ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ മെഡിറ്ററേനിയൻ ഫുഡാണ്. അപ്പം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് ഞാൻ സൗദിയിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഈ കബാബ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട്. പക്ഷേ ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വരുന്ന പിള്ളേർ കുറച്ച് സ്ട്രഗിൾ ചെയ്തിരുന്നു ഫസ്റ്റ്. ന്യൂട്രൽ സ്പൈസ് ഞങ്ങളിപ്പം സ്പൈസസ് ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. പക്ഷെ അന്നത്തെ ടൈമിൽ, പക്ഷെ ഇപ്പം ഇവിടെ അവൈലബിൾ ആണ് എല്ലാ കാര്യങ്ങളെല്ലാം. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു മാർക്കറ്റ്സിലൊക്കെ ആണെങ്കിലും ബസ്മതി റൈസ് അങ്ങനെ ഇന്ത്യൻ ഫോക്കസ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ഇവർ സെല് ചെയ്യും. എന്തായാലും നല്ല. ഇനി അസർബൈജാനിലേക്ക് വരാൻ പോകുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു വൺ തിങ് എന്തായിരിക്കും? എനിത്തിങ് ഗുഡ് ഓർ ബാഡ്, വാട്ട് എവർ. രണ്ടും പറയാം. നിങ്ങൾ അസർബൈജാനിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലോട്ടാണ് വരുന്നതെങ്കിൽ 6 years സ്റ്റഡി ചെയ്യുക. നല്ല ഫസ്റ്റ് ഇയർ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ക്ലിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എവിടെ ആയിരുന്നു നമ്മൾ ഏത് സ്ഥലത്ത് പഠിച്ചാലും നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കാത്തടത്തോളം കാലം നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ് അനുസരിച്ചിരിക്കും നമ്മുടെ സ്കില്ലും നമ്മുടെ കാര്യങ്ങളും. ഓവറോൾ ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ അസർബൈജാൻ നല്ല ക്ലൈമറ്റിനെ പറ്റി പറഞ്ഞില്ല, നല്ല ക്ലൈമറ്റാണ്. ഇപ്പോഴാണെങ്കിലും നല്ല ക്ലൈമറ്റാണ്, കോസി ക്ലൈമറ്റാണ്. സോ ഓവറോൾ ഇറ്റ്സ് ഗുഡ്. എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ കംപ്ലീറ്റിംഗ് യുവർ 6 year കോഴ്സ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടൊരു നല്ല അടിപൊളി ഡോക്ടറായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. എഡ്യൂക്കേറ്റ് ഇന്റർനാഷണൽ.